കോൺഗ്രസ് നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന എയിം അല്ലെങ്കിൽ ആ രാഷ്ട്രീയം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അധികാരത്തിൽ വരുന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസും മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ മഞ്ഞിന് തീ പിടിക്കുന്ന വർഗീയത എങ്ങനെ പറയുന്നത്? പക്ഷെ നുണ പറയുന്നത് എന്തിനാണ്? അത് ഞാൻ ചോദിക്കുന്നത്. കോൺഫിഡൻസ് കുറയുമ്പോഴല്ലേ പരസ്പരം വർഗീയത പറയുക, നുണ പറയുക. വർഗീയത നിങ്ങളുടെ ഒരു സ്കിൽ ഏരിയയാണ്, നിങ്ങളുടെ ഏരിയയാണ്. ഞാൻ അതിൽ തർക്കത്തിലില്ല. വർഗീയതയുടെ കാര്യത്തിൽ നിങ്ങളോട് തർക്കത്തിലില്ല. ഞങ്ങളുടെ ഒരു സ്കിൽ പറയുന്നത് ഞങ്ങളുടെ ഒരു സ്കിൽ ഏരിയയുമല്ല വർഗീയത. ഞങ്ങൾ വികസനം പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളെ നേരിടുന്നത്. പിന്നെ കോൺഗ്രസ് പറയുന്ന വർഗീയതയെ, ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളെ, അതിനെ ഞങ്ങൾ നരേന്ദ്രമോദി അഡ്രസ് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. എവിടെ അഡ്രസ് ചെയ്യുന്നു നരേന്ദ്രമോദി? കോൺഗ്രസിന്റെ പ്രകടനപത്രികയെ കുറിച്ച് നരേന്ദ്രമോദി എല്ലായിടത്തും പറയുന്നു, നോക്കൂ അവരുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞാണ് അദ്ദേഹം മിക്ക വർഗീയതയും പറയുക. ഈ പറഞ്ഞത് മുഴുവൻ നുണയാണ്. അദ്ദേഹം ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ച് നോക്കൂ, ഈ പിന്നോക്കക്കാരായ മനുഷ്യർക്ക് ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ തത്തുല്യമായ പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞതിനെ മുസ്ലിങ്ങൾക്ക് ഇതാ ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ കോട്ട നിശ്ചയിച്ചിരിക്കുന്ന പച്ച നുണ. ആരാ പറയുന്നത്? മോദി പറയാണ്. സാമ്പത്തിക അസമത്വം ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് വെച്ചാൽ അംബാനി അദാനി മാത്രമായിട്ട് കാശുണ്ടാക്കുന്ന ഏർപ്പാട് നിർത്തും, എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ നിങ്ങളുടെ താലിമാല ഇതാ പറിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോകുന്നു. നുണയാണ്. ഞാനൊരു 10 ഉദാഹരണം താങ്കൾക്ക് പറഞ്ഞുതരാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു എന്ന പേരിൽ ആരാധ്യനായ പ്രധാനമന്ത്രി പറഞ്ഞ നുണ 10 എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എന്തിനാണ് സാർ ഈ ചീഞ്ഞ വർഗീയത പറയുന്നത്? നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്റെ ചോദ്യം. ഒരു വർഗീയതയും ഞങ്ങൾ പറയും. ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കിയതാരാണ്? അയോധ്യ ക്ഷേത്രത്തിന്റെ പേരിൽ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ പ്രത്യേക കോട്ട ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ഇതല്ലല്ലോ വിഷയം. അതല്ലല്ലോ, അത് മാത്രമല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കിയ വിഷയം. പറഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രിന്റിനോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാ. അല്ല സാർ, പ്രധാനമന്ത്രി പ്രസംഗിച്ച കാര്യത്തെക്കുറിച്ചാ. മംഗളസൂത്രങ്ങൾ എന്താണ്? താലിമാല പിടിച്ചെടുത്ത് അപ്പുറത്തുള്ളവർക്ക് കൊടുക്കും എന്ന് പറയുന്നത് എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടോ? അതിന്റെ ചോദ്യം. അല്ല, കോൺഗ്രസ് അല്ല, എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പ്രസംഗത്തിനകത്ത് ഒരു ആഖ്യാനം ചമച്ചിട്ട് പറയുന്നതിന് നിങ്ങൾ വർഗീയത പറയുന്നത്. വർഗീയമാക്കാൻ 10 വർഷം ഈ നാട് ഭരിച്ചിട്ട് ഹിന്ദു ജനസാമാന്യത്തിന്റെ സംരക്ഷക വേഷം കെട്ടിയിട്ട് ഇപ്പോഴും പറയാണ് ദാ നമ്മളെ പേടിപ്പിക്കാൻ അവർ വരുന്നു. എന്തിനാ ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആരും പേടിപ്പിക്കാൻ വരുന്നു എന്നല്ല പറഞ്ഞത്. കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കാൻ പോകുന്നു. അത് ഈ രാജ്യത്തിന് അപകടമാണ്. അത് കോൺഗ്രസ് എവിടെ പറഞ്ഞു? ഞാൻ പറയട്ടെ, ഇത് കോൺഗ്രസ് ആർട്ടിക്കിൾ 370 റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നു മോദി പ്രസംഗിച്ചു. അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത്. മോദി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു എന്ന മട്ടിൽ പ്രസംഗിച്ചതിനെ കുറിച്ചാ.